നമസ്കാരം. ഇത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിലെ അശോക് ഹോട്ടലാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. 1962 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 3 മണിക്ക് ശേഷമാണ് നടത്തുന്നത്. തിരക്ക് കുറവാകുമെന്ന് കരുതിയാണ് ചെല്ലുന്നത്. പക്ഷേ പണി പാളിയിട്ടുണ്ട്. ഒടുക്കത്തെ തിരക്കായിപ്പോയി. ഇതൊന്ന് 3/4 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു. നമ്മൾ പലയിടത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ തിരക്കുണ്ടെങ്കിലും അവർ പേരെഴുതിയിട്ട് വരുന്നതനുസരിച്ച് വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ആ ഒരു പരിപാടിയൊന്നും ഇല്ല. അവിടെ നമ്മൾ നിൽക്കണം, ടേബിളിൻ്റെ അടുത്ത് പോയി നിൽക്കണം, ചെയറിൻ്റെ അടുത്ത് നിൽക്കണം. ആളൊരു നിൽക്കുമ്പോൾ ആ ചെയർ പിടിച്ച് വാങ്ങണം, അല്ലെങ്കിൽ വേറെ ആൾ വന്ന് പിടിച്ച് വാങ്ങിക്കും. അത്രയ്ക്ക് തിരക്കാണ്. ഒരാൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ, ചെയറിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അവർ. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. ക്ഷേമം നശിച്ചെങ്കിലും തിരിച്ചിറങ്ങിപ്പോയില്ല. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ദൂരം താണ്ടിയാണല്ലോ ഇവിടെ ഈ ഒരു ഹോട്ടൽ ലക്ഷ്യമിട്ട് വന്നത്. അത് മാത്രമല്ല, ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രത്യേകത കാണുമല്ലോ. എന്തായാലും അത് അറിഞ്ഞിട്ട് തന്നെ തിരിച്ചു പോകാമെന്ന് കരുതി. ഞങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടി. ഞങ്ങൾ ഉദ്ദേശിച്ചത് മട്ടൻ ബിരിയാണി ആയിരുന്നു. പക്ഷേ മട്ടൻ ബിരിയാണി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. 3/4 മണിക്കൂർ കഴിയും ഇനി മട്ടൻ ബിരിയാണി ലഭിക്കാനെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 2 ഊണാണ് പറഞ്ഞത്. മട്ടൻ ബിരിയാണിയാണ് അവിടുത്തെ സ്പെഷ്യൽ. പക്ഷെ അത് കഴിക്കാൻ പറ്റിയില്ല. അത് ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ആദ്യമായിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പല പ്രമുഖമായിട്ടുള്ള ഹോട്ടലുകളിൽ പോയിട്ട് പേര് കൊടുത്ത് നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വരുന്നതനുസരിച്ച് നമ്മളെ വിളിക്കും. നമ്മുടെ ഈ ആൾക്കാർ വരുന്ന മുൻപ് വരുന്ന ആൾക്കാരെ നേരത്തെ വിളിക്കും. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഇതിനു മുമ്പ് കഴിച്ചത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഇവിടെ പേരൊന്നും ആരും എഴുതി വാങ്ങിക്കുന്നില്ല, അങ്ങനെ വിളിക്കുന്നില്ല. ഇവിടെ നമ്മൾ ആൾക്കാർ ഫുഡ് കഴിക്കുന്നതിൻ്റെ അടുത്തൊന്ന് നിൽക്കണം, അടുത്ത സീറ്റ് പിടിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് 4 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആൾക്കാർ വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു കടയാണ്. തമിഴ്നാട് റൈസാണ്, കേരള റൈസ് ഇല്ല. പക്ഷെ അതിൽ എനിക്ക് ചെറിയ വിഷമമാണ്. എനിക്ക് ചെറിയ അരിയുടെ ചോറ് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷെ ചില തമിഴ്നാട്ടിലെ കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ കേരളത്തിലെ റൈസ് ലഭ്യമാണ്. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ തോന്നും. എന്തായാലും ഇവിടെ കേരള റൈസ് ഇല്ലാത്തതിൻ്റെ വിഷമം നല്ല കറികളിലൂടെ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഊണിൻ്റെ കൂടെ വലിയ കറികളൊന്നും ഇല്ലായിരുന്നു. രസം ഉണ്ടായിരുന്നു, ഒരു ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അതുപോലെ സലാഡ് ഉണ്ടായിരുന്നു. അത് വേറെ പ്രത്യേകിച്ച് വെറൈറ്റി ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. സാധാ ഊണിന് എനിക്ക് 50 രൂപ എല്ലാം ആകത്തോളം തോന്നുന്നു. എനിക്കറിയില്ല, വലിയവരും അറിയാം. സ്പെഷ്യലായിട്ട് പറഞ്ഞത് ഒരു മട്ടൻ ചാപ്സ് ആയിരുന്നു. മട്ടൻ്റെ തലക്കറിയുണ്ട്, മട്ടൻ്റെ ലിവറുണ്ട്, മട്ടൻ ബോട്ടിയുണ്ട്, മട്ടൻ ഫ്രൈ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. മട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പൊള്ളാച്ചിയിലെ ഈ അശോക് ഹോട്ടൽ. അത് മട്ടൻ ബിരിയാണിയാണ് വളരെ ഫേമസ്. പക്ഷെ അത് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. മട്ടൻ ചാപ്സ് വന്നിട്ടുണ്ട്, അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. മട്ടൻ ചാപ്സ് കഴിച്ചിട്ട് കൊള്ളായിരുന്നു. പൂ പോലെ ഇരിക്കുന്ന മട്ടൻ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. എനിക്ക് ആ ചോറ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു മട്ടൻ ചാപ്സും ഉള്ളായിരുന്നു. അപ്പോൾ തന്നെ ആ മട്ടൻ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് ഗംഭീരമായിരിക്കും അടുത്ത ആ മട്ടൻ ബിരിയാണി. എന്നെങ്കിലും ഒരു സമയത്ത് കഴിക്കാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. മട്ടൻ ചാപ്സും മട്ടൻ പാളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഊണ് ആവറേജായിട്ടാണ് തോന്നിയത്. അതിനുള്ള കാരണം ഊണിൻ്റെ അരി ചെറുതായതുകൊണ്ടായിരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം ഊണ് വളരെ ഗംഭീരമായിട്ട് തോന്നിയേക്കാം. തമിഴ്നാട്ടിലെ മിക്കവാറും
ഫേമസ് ആയിട്ടുള്ള മട്ടൺ സ്പെഷ്യലായിട്ടുള്ള കടകളിലെല്ലാം എനിക്ക് തോന്നുന്നു ഈ ഒരു മട്ടൺ ബാൾ ലഭിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കാണുമ്പോഴൊക്കെ ഇപ്പോൾ മേടിച്ച് കഴിക്കും. ഇതും അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പൊള്ളാച്ചി അശോക് ഹോട്ടലിൽ ഒരുപാട് വ്യത്യസ്തമായ ഫുഡുകളുണ്ടെന്നാണ് അറിയാൻ കഴിയും. അതൊക്കെ വളരെ രുചികരമായിരിക്കും എന്നല്ല, രുചികരമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് അതൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നിങ്ങൾ അശോക് ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. Ano?